2026 ഏപ്രിൽ 11 സിറാജ് എഡിറ്റോറിയൽ. സ്ത്രീ സംവരണത്തിന് പിന്നിലെ ഉള്ളുകളികൾ. പാർലമെന്റിലും സംസ്ഥാന നിയമസഭകളിലും സ്ത്രീകൾക്ക് 33% സീറ്റുകൾ ഉറപ്പാക്കുന്ന ബില്ലിന് അംഗീകാരം നൽകിയിരിക്കുകയാണ് ബുധനാഴ്ച ചേർന്ന കേന്ദ്ര മന്ത്രിസഭായോഗം. നാരീശക്തി വന്ദൻ അധിനിയം എന്ന് പേരിട്ട ഈ നിയമനിർമ്മാണം ചരിത്ര സംഭവമെന്നും ഇന്ത്യൻ ജനാധിപത്യത്തിലെ സുവർണ അധ്യായമെന്നും സർക്കാർ അവകാശപ്പെടുമ്പോൾ ബില്ലിന്റെ ഉള്ളടക്കവും സ്ത്രീ സംവരണം നടപ്പാക്കുന്നതിന് സ്വീകരിക്കുന്ന രീതിയും സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ തെളിയുന്നത് മറ്റൊരു ചിത്രമാണ്. സ്ത്രീ ശാക്തീകരണമെന്ന പുകമറയ്ക്കപ്പുറം നിലവിലുള്ള പുരുഷാധിപത്യ രാഷ്ട്രീയ ഘടനയ്ക്ക് പോറലേൽപ്പിക്കാതെ സംരക്ഷിക്കാനുള്ള രാഷ്ട്രീയ ചാണക്യതന്ത്രമാണ് ഇതിനു പിന്നിൽ. സഭകളിലെ നിലവിലുള്ള സീറ്റുകളുടെ എണ്ണം 50% വർദ്ധിപ്പിച്ചാണ് 33% സ്ത്രീ സംവരണം നടപ്പാക്കുന്നതെന്നാണ് ഈ നിയമനിർമ്മാണത്തിലെ ശ്രദ്ധേയമായ വശം. ലോക്സഭാ സീറ്റുകളുടെ എണ്ണം നിലവിലെ 543 നിന്ന് 816 വർദ്ധിപ്പിച്ച് 273 സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യാനാണ് ബില്ലിലെ വ്യവസ്ഥ. മണ്ഡല പുനർനിർണയത്തിലൂടെ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച ശേഷമേ സംവരണം നടപ്പാക്കുകയുള്ളൂവെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഇതിന്റെ പിന്നിലെ യുക്തി ലളിതമാണ്. നിലവിലുള്ള സീറ്റുകളിൽ 1/3 സ്ത്രീകൾക്കായി മാറ്റിവെച്ചാൽ പലയിടത്തും പുരുഷ ജനപ്രതിനിധികൾ രാജിവെച്ചൊഴിയേണ്ടി വരും. ഇത് രാഷ്ട്രീയ കക്ഷികളിലെ പുരുഷ നേതാക്കളിൽ കടുത്ത എതിർപ്പ് ഉയരാൻ ഇടയാക്കും. മണ്ഡല പുനർനിർണയത്തിലൂടെ ആകെ സീറ്റുകളുടെ എണ്ണം 50% വർദ്ധിക്കുമ്പോൾ സ്ത്രീകൾക്ക് നൽകുന്ന 33% വർദ്ധിച്ച സീറ്റുകളിൽ നിന്നോ മൊത്തം സീറ്റുകളിൽ ക്രമീകരണം വരുത്തിയോ നൽകാൻ സാധിക്കും. നിലവിലുള്ള പുരുഷന്മാരുടെ സീറ്റുകളിലോ സ്വാധീനത്തിലോ കുറവുണ്ടാകില്ല. പൊതുമണ്ഡലങ്ങളിലെ സ്ത്രീ സാന്നിധ്യം ഇല്ലാതാക്കുകയെന്നതാണ് വനിതാ സംവരണത്തിന്റെ മറവിൽ നടക്കാൻ പോകുന്ന മറ്റൊരു അട്ടിമറി. നിലവിൽ പൊതുസീറ്റുകളിൽ പുരുഷന്മാരോട് മത്സരിച്ച് വിജയിക്കുന്ന പരിമിതമായ വനിതാ ജനപ്രതിനിധികളുണ്ട് പാർലമെന്റിലും നിയമസഭകളിലും. പുതിയ നിയമം നടപ്പാക്കുന്നതോടെ സ്ത്രീകൾക്ക് മത്സരിക്കാൻ സംവരണ മണ്ഡലങ്ങൾ ഉണ്ടല്ലോ എന്ന വാദമുയർത്തി രാഷ്ട്രീയ പാർട്ടികൾ പൊതുമണ്ഡലങ്ങളിൽ മത്സരിപ്പിച്ചിരുന്ന വനിതാ നേതാക്കളെ സംവരണ സീറ്റുകളിലേക്ക് മാറ്റാനാണ് സാധ്യത. ഇതോടെ പൊതുസീറ്റുകളിൽ സ്ത്രീകൾക്ക് അവസരം നിഷേധിക്കപ്പെട്ടേക്കാം. തന്ത്രപ്രധാനമായ മണ്ഡലങ്ങളിൽ നിന്ന് സ്ത്രീകളെ ആസൂത്രിതമായി ഒഴിവാക്കാനും ആ ഇടങ്ങൾ പുരുഷന്മാർക്കായി തീരെഴുതാനുമുള്ള തന്ത്രമായി ഇത് മാറും. ഇത് തുല്യ നീതിയല്ല, അധികാരത്തിന്റെ തുലനം തെറ്റാതിരിക്കാനുള്ള രാഷ്ട്രീയ നീക്കുപോക്കാണ്. തങ്ങളുടെ പരിചയ മണ്ഡലങ്ങളിൽ നിന്ന് മാറി സംവരണ മണ്ഡലങ്ങളിൽ മത്സരിക്കേണ്ടി വരുന്നത് രാഷ്ട്രീയ അടിത്തറയുള്ള വനിതാ നേതാക്കളുടെ ഭാവി അവതാളത്തിലാക്കുകയും ചെയ്യും. സർക്കാർ അവകാശപ്പെടുന്നതുപോലെ സ്ത്രീ ശാക്തീകരണമാണ് സംവരണത്തിന്റെ ലക്ഷ്യമെങ്കിൽ എന്തുകൊണ്ട് ഉടനടി ഇത് നടപ്പാക്കുന്നില്ലെന്ന ചോദ്യം പ്രസക്തമാണ്. മണ്ഡല പുനർനിർണയം വരെ കാത്തുനിൽക്കുന്നതെന്തിന്? 2029 അതിനുശേഷമോ മാത്രമേ സംവരണത്തിന്റെ ഗുണം സ്ത്രീകൾക്ക് ലഭിക്കുകയുള്ളൂ. സീറ്റുകൾ വർദ്ധിപ്പിക്കാതെ തന്നെ നിലവിലുള്ള സീറ്റുകളിൽ റൊട്ടേഷൻ അടിസ്ഥാനത്തിൽ സംവരണം നടപ്പാക്കാമായിരുന്നതാണ്. അധികാരത്തിന്റെ വിഹിതം സ്ത്രീകൾക്ക് വിട്ടുകൊടുക്കാൻ പുരുഷ മേധാവിത്വത്തിന് വിമുഖതയാണ്. തികച്ചും കാപട്യമാണ് അവരുടെ സ്ത്രീ ശാക്തീകരണ മുദ്രാവാക്യവും തുല്യനീതി വാഗ്ദാനവും. തിരഞ്ഞെടുപ്പിൽ രാജ്യത്തെ പകുതിയോളം വരുന്ന സ്ത്രീ വോട്ടർമാരുടെ പിന്തുണ ഉറപ്പാക്കുകയെന്നതിലുപരി നയ രൂപവൽക്കരണ സംവിധാനങ്ങളുടെ തലപ്പത്തേക്ക് സ്ത്രീകളെ കൊണ്ടുവരാൻ ഭരണവർഗമോ രാഷ്ട്രീയ മേധാവികളോ സന്നദ്ധമല്ല. സഭകളിലെ സീറ്റുകൾ വർദ്ധിപ്പിക്കുന്നതിലൂടെ പുരുഷന്മാരുടെ രാഷ്ട്രീയാവസരങ്ങൾ സംരക്ഷിക്കപ്പെടുമ്പോൾ സംവരണ സീറ്റുകൾ ഉപകാരപ്രദമല്ലാത്ത അധികപ്പറ്റായി മാറുന്നു. ബില്ലിൽ പിന്നാക്ക വിഭാഗങ്ങളിലെ OBC സ്ത്രീകൾക്കായി ഉപസംവരണം ഏർപ്പെടുത്തിയിട്ടില്ലെന്നതും പോരായ്മയാണ്. ഇത് സംവരണത്തിന്റെ ആനുകൂല്യം സമൂഹത്തിലെ ഉയർന്ന തട്ടിലുള്ള സ്ത്രീകൾക്ക് മാത്രമായി പരിമിതപ്പെടുമോ എന്ന ആശങ്ക ഉയർത്തുന്നു. ജനാധിപത്യമെന്നത് പുരുഷന്മാർ അവരുടെ ഇടം സംരക്ഷിച്ചുകൊണ്ട് സ്ത്രീകൾക്ക് നൽകുന്ന ഔദാര്യമല്ല, തുല്യാവകാശമാണ്. നിയമം യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് സ്വതന്ത്രമായി തീരുമാനമെടുക്കാനുള്ള അവസരം കൈവരുമോ എന്നതും സംശയമാണ്. മിക്കവാറും പുരുഷ നേതൃത്വത്തിന്റെ നിഴലിൽ നിൽക്കുന്ന സ്ത്രീകളെയായിരിക്കും സംവരണ മണ്ഡലങ്ങളിൽ മത്സരിപ്പിക്കുക. സഭയിലെത്തുന്ന സ്ത്രീകൾക്ക് സ്വന്തമായി കാര്യങ്ങൾ നിയന്ത്രിക്കാൻ സാധിക്കില്ല. അവരുടെ പേരിൽ പുരുഷ നേതാക്കൾ തന്നെയായിരിക്കും കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളിൽ അധികാര സ്ഥാനങ്ങളിലെത്തിയ സ്ത്രീകളുടെ അനുഭവം മുന്നിലുണ്ട്. സ്ത്രീകളുടെ രാഷ്ട്രീയ പങ്കാളിത്തം എന്നത് കേവല എണ്ണത്തിലുള്ള വർധന ആകരുത്. അധികാരത്തിനു വേണ്ടിയുള്ള ചതുരംഗക്കളിയിലെ വെറുമൊരു കരുനീക്കമായി അവശേഷിക്കുമോ ഈ നിയമനിർമ്മാണം?